ഹായ് ഗുഡ് മോർണിംഗ്. നമുക്കിന്നൊരു ഇഡ്ഡലി ഉണ്ടാക്കിയാലോ. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഇഡ്ഡലിയാണ്, എല്ലാ പ്രായക്കാർക്കും കഴിക്കാവുന്നതാണ്. ഓട്സ് ഇഡ്ഡലിയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനുണ്ട്, തൈരിൻ്റെ കാര്യം, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അത് ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ പറയാം. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് നമ്മുടെ ഹെൽത്തി ഓട്സ് ഇഡ്ഡലി തയ്യാറാക്കുന്നത് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിപ്പോൾ 1 കപ്പ് ഓട്സ് എടുത്തിട്ടുണ്ട്, അതിലേക്ക് 1/2 കപ്പ് റവ എടുത്തിട്ടുണ്ട്, പിന്നെ 1/2 കപ്പ് തൈരും എടുത്തിട്ടുണ്ട്. തൈര് എടുത്തിരിക്കുന്നത് അധികം പുളിയില്ലാത്ത തൈരാണ്, പിന്നെ ഒരുപാട് വെള്ളം പോലെ ഇരിക്കുന്ന തൈരല്ല, കട്ടിത്തൈരാണ്. പിന്നെ നമ്മൾ റവ എടുക്കുമ്പോൾ റോസ്റ്റഡ് റവയാണ് എടുക്കുന്നതെങ്കിൽ 1 മിനിറ്റ് നമുക്ക് ഇനി റോസ്റ്റ് ചെയ്താൽ മതി. റോസ്റ്റഡ് റവ അല്ലാന്നുണ്ടെങ്കിൽ ഒരു 3 മിനിറ്റ് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യം നമുക്ക് നമ്മുടെ ഓട്സ് റോസ്റ്റ് ചെയ്തെടുക്കാം, അതിനുശേഷം റവ റോസ്റ്റ് ചെയ്തെടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് ബേക്കിംഗ് സോഡയും കുറച്ച് വെള്ളമൊക്കെയാണ്. പിന്നെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് ചേർക്കാം, പച്ചമുളക് ചേർക്കാം, കറിവേപ്പില ചേർക്കാം, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചേർക്കാം കേട്ടോ. ഞാനപ്പോൾ ഒരു ചെറിയ ക്യാരറ്റിൻ്റെ കുറച്ച് പോർഷൻ മാത്രം ഗ്രേറ്റ് ചെയ്ത് ചേർക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പിലയും ചെറുതായിട്ട് മുറിച്ച് ഒരു 1-2 പച്ചമുളകും ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ചേർക്കുന്നുണ്ട്. അത് ഓപ്ഷനിലാണ്, താല്പര്യമുണ്ടെങ്കിൽ ചേർക്കാം, താല്പര്യമില്ലെങ്കിൽ ചേർക്കണ്ട കേട്ടോ. അപ്പോൾ അത് ക്യാരറ്റൊക്കെ ചേർത്ത് കഴിയുമ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ കുറച്ച് കളർഫുള്ളായിട്ടിരിക്കുമല്ലോ, അതുകൊണ്ട് ഞാൻ ക്യാരറ്റ് ചേർക്കുന്ന കാര്യം പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഞാനിത് ഇവിടെ എടുത്ത് വെച്ചിട്ടില്ല, അത് മെയിൻ ഇൻഗ്രീഡിയൻ്റ് അല്ലാത്തത് കൊണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം റവയും ഓട്സും എല്ലാം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഡ്രൈ റോസ്റ്റാണ് ചെയ്യുന്നത്. നമ്മളൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാനിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഓട്സ് ആദ്യം ചേർത്ത് കൊടുക്കാം. ഓട്സിന് കുക്കിംഗ് ടൈം കൂടുതലാണ്, അതുകൊണ്ട് ഓട്സ് നമ്മൾ ചെറിയ ബർണറിൽ വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ ഒരു 3 മിനിറ്റ് റോസ്റ്റ് ചെയ്തെടുക്കുക. ഓട്സ് നന്നായിട്ടൊരു മണവും വരും, അതുപോലെ നമ്മളിങ്ങനെ പൊടിക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് പൊടിഞ്ഞു വരികയും ചെയ്യും, രണ്ടായിട്ടൊന്ന് ഒടിഞ്ഞു വരികയും ചെയ്യും. ആ പാകത്തിൽ ഒരു 3 മിനിറ്റ് ചെറിയ ബർണറിൽ വെച്ചിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ റോസ്റ്റ് ആയി കഴിയുമ്പോൾ കാണിച്ചു തരാം ഓട്സിൻ്റെ പാകം എങ്ങനെയാണെന്നുള്ളത്. റവയും ഓട്സും ഒരുമിച്ചിട്ട് റോസ്റ്റ് ചെയ്യരുത് കേട്ടോ, രണ്ടിനും 2 കുക്കിംഗ് ടൈം ആയതുകൊണ്ടാണ്. ഇപ്പോൾ നമ്മുടെ ഓട്സ് കുക്കായിട്ടുണ്ട്. നമ്മളിങ്ങനെ എടുത്തിട്ട് ഒന്ന് ഒടിച്ച് നോക്കുകയാണെങ്കിൽ ഓട്സ് പൊടിഞ്ഞു വരും. അപ്പോൾ ഈ ഒരു പാകമാണ് നമുക്ക് ഓട്സിന് വേണ്ടത്. ഇനി നമുക്കിത് മാറ്റിയിട്ട് ഇതേ പാനിൽ തന്നെ 1 മിനിറ്റ് നമ്മുടെ റവ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഞാൻ റവ റോസ്റ്റ് ചെയ്യുന്നത് 1 മിനിറ്റ് ആക്കിയത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ റോസ്റ്റഡ് റവ ആയതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ റവയും കൂടി റോസ്റ്റ് ചെയ്തെടുക്കട്ടെ. അപ്പോൾ ഞാൻ എന്താ റവ പാനിലേക്ക് ഇടുകയാണ്. ഈ ഒരു കളറിൽ റോസ്റ്റഡ് റവ ആയതുകൊണ്ട് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് മാത്രം നമ്മൾ 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, നമ്മൾ ഓട്സ് വെച്ചതുപോലെ ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മാത്രം ഇളക്കി കൊടുക്കുക. 1 മിനിറ്റാണ് സമയം. അപ്പോൾ ഇനി റവയും കൂടി കുക്കായി വരട്ടെ. ഇപ്പോൾ നമ്മുടെ റവ കുക്കായി വന്നിട്ടുണ്ട്. 1 മിനിറ്റായി ഞാൻ ലോ ഫ്ലെയിമിൽ വെച്ച് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഇനി നമുക്ക് ഈ പാനിൽ നിന്ന് മാറ്റി വയ്ക്കണം. എന്താണെന്ന് വെച്ചാൽ ചൂടോടുകൂടി നമ്മുടെ റവയും ഓട്സും പൊടിച്ചെടുക്കാൻ പറ്റില്ല, ചൂട് മാറിയിട്ടേ പൊടിച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഓട്സും ഒരു വലിയ പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കുക, റവയും ഒരു വലിയ പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കുക. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് കേട്ടോ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഇത് ചൂട് മാറി കഴിയുമ്പോൾ നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം. ഓട്സ് ആദ്യം പൊടിച്ച് മാറ്റുക, അതിനുശേഷം റവ പൊടിച്ച് മാറ്റുക. ഇനി ഇത് രണ്ടും കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. ഇപ്പോൾ നമ്മൾ റോസ്റ്റ് ചെയ്തെടുത്ത ഓട്സ് ചൂട് മാറി കഴിഞ്ഞപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് പൊടിച്ചെടുക്കാം. അപ്പോൾ റവ ഇതിൻ്റെ കൂടെ കൂട്ടരുത് കേട്ടോ. റവ ഓട്സിൻ്റെ കൂടെ കൂട്ടിയിട്ടുണ്ടെങ്കിൽ റവ പൗഡർ പോലെ ആവുകയും ചെയ്യും, ഓട്സ് കറക്റ്റായിട്ട് പൊടിയുമില്ല. അപ്പോൾ നമ്മുടെ ഓട്സ് നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് തന്നെ നമുക്ക് നമ്മൾ ചൂട് മാറ്റാൻ വെച്ചിരിക്കുന്ന റവയും കൂടി ചേർത്തിട്ട് ഒന്ന് കറക്കിയെടുക്കാം. റവ ഫൈൻ പൗഡറായിട്ട് പൊടിയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇനി ഞാൻ റവയും കൂടി പൊടിച്ചെടുക്കട്ടെ. അപ്പോൾ നമ്മൾ റവയും ഓട്സും പൊടിച്ചത് ഒരു വലിയ ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. എന്താണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാം ചേർത്ത് മിക്സ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ നിങ്ങൾ വെജിറ്റബിൾസ് ചേർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കുക. നമുക്ക് ഇഡ്ഡലിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കുക. നമ്മൾ വെള്ളമൊക്കെ ചേർക്കുമ്പോൾ ഉപ്പ് ചെക്ക് ചെയ്തിട്ട് പിന്നീട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് ഇളം ചൂടുവെള്ളം ചേർക്കുക കേട്ടോ, നല്ല ചൂടുവെള്ളമല്ല. അതുപോലെ തന്നെ ഒരു 2 പിഞ്ച് ബേക്കിംഗ് സോഡ ചേർക്കുക. ബേക്കിംഗ് പൗഡർ അല്ല കേട്ടോ, ബേക്കിംഗ് സോഡയാണ്. പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തൈര് ചേർത്ത് കൊടുക്കുക. ആദ്യം നമ്മൾ കുറച്ച് വെള്ളം ചേർത്തൊന്ന് മിക്സ് ചെയ്യുക. ഈ വെള്ളം പോരാ കേട്ടോ, തൈരിൻ്റെ കൂടെ തന്നെ കൂടുതൽ വെള്ളം ചേർക്കേണ്ടി വരും. ആദ്യം കുറച്ചായിട്ട് വെള്ളം ചേർത്ത് മിക്സ് ചെയ്യുക. ഞാനിപ്പോൾ 1/2 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. ഇനി ഒരു 1 കപ്പ് വെള്ളവും കൂടി ചേർത്ത് ഞാൻ മിക്സ് ചെയ്യാൻ പോവാണ്. എന്താണെന്ന് വെച്ചാൽ റവ നന്നായിട്ട് വെള്ളം അബ്സോർബ് ചെയ്യും, ഓട്സും നന്നായിട്ട് വെള്ളം അബ്സോർബ് ചെയ്യും. അപ്പോൾ അതനുസരിച്ച് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്ത് തുടങ്ങാം. ഒരു വിസ്കോ അല്ലെങ്കിൽ നമ്മുടെ മിക്സിയുടെ ജാറിലോ ഇട്ട് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാനൊന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ. അപ്പോൾ നമ്മൾ വെജിറ്റബിൾസ് ചേർക്കാത്ത ആളുകളാണെങ്കിൽ ഇത്രയുമേ ഇതിലുള്ള പ്രോസസ്സുള്ളൂ. വെജിറ്റബിൾസ് ചേർക്കുകയാണെങ്കിൽ നിങ്ങൾ ക്യാരറ്റ് ഒന്ന് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്ത് വയ്ക്കുക. അതുപോലെ തന്നെ ഞാനിപ്പോൾ 1 പച്ചമുളക്
ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചോപ്പ് ചെയ്തെന്നല്ല, ചെറിയ പീസുകളായിട്ട് റൗണ്ടിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കറിവേപ്പില കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ചേർക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അതൊക്കെ നമ്മുടെ ചോയ്സാണ്. ഇത് കണ്ടോ, ഇപ്പോൾ വെള്ളം ചേർത്തപ്പോൾ തന്നെ നല്ല തിക്കായി വന്നിട്ടുണ്ട്. ഇതെല്ലാം നമ്മുടെ കൺസിസ്റ്റൻസി. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ഇത് വീണ്ടും കട്ടിയാവും. അതനുസരിച്ച് കുറച്ചുകൂടി വെള്ളം ചേർത്ത് നമുക്ക് മിക്സ് ചെയ്യാം. നമ്മുടെ ഇഡ്ഡലി മാവിൻ്റെ പാകത്തിൽ മിക്സ് ചെയ്യുക, പക്ഷേ കുറച്ചുകൂടി വെള്ളം ചേർക്കണം. റവ ഉള്ളത് കൊണ്ടാണ് കുറച്ചുകൂടി വെള്ളം ചേർക്കണം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ മിക്സ് കറക്റ്റ് ആക്കിയിട്ടാണ് നമ്മൾ വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്യുന്നത്. കുറച്ച് ലൂസായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. ഒരു 10 മിനിറ്റ് നമ്മളൊന്ന് മിക്സ് ചെയ്ത് വെക്കുന്നത് വളരെ നല്ലതാണ്, ആ റവയൊക്കെ ഒന്ന് സോഫ്റ്റായി വരാനായിട്ട്. അതുപോലെ തന്നെ വേണമെങ്കിൽ പുളിയുള്ള തൈരാണെങ്കിൽ ഒരു പിഞ്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുക കേട്ടോ, പുളിയൊന്ന് ബാലൻസ് ചെയ്യാൻ. ഞാനിപ്പോൾ പുളിയുള്ള തൈരല്ല എടുത്തിട്ടുള്ളത്, അതുകൊണ്ട് പഞ്ചസാര ചേർക്കുന്നില്ല. അപ്പോൾ നിങ്ങളിങ്ങനെ മിക്സ് ചെയ്ത് വെച്ചിട്ട് കുറച്ച് കഴിയുമ്പോൾ കട്ടിയായി പോവുകയാണ് നമ്മുടെ ബാറ്ററെങ്കിൽ കുറച്ചുകൂടി വെള്ളം ചേർത്ത് ലൂസാക്കി എടുക്കുക. നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് കുറച്ചുകൂടി വെള്ളം ചേർത്ത് ലൂസാക്കി എടുക്കുക. അപ്പോൾ ഞാനിത് ഒരു 10 മിനിറ്റ് മാറ്റി വയ്ക്കട്ടെ. നമ്മുടെ ബാറ്റർ മിക്സ് ചെയ്ത് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ആയി. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ്. അപ്പോൾ നിങ്ങൾ വെജിറ്റബിൾസ് ചേർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇഡ്ഡലി തട്ടിൽ എണ്ണ പുരട്ടിയതിന് ശേഷം നേരെ ആവി കയറ്റി വേവിച്ചെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ആവി വന്നതിന് ശേഷം മാത്രം ഇഡ്ഡലി തട്ടിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. എണ്ണ പുരട്ടി ഇഡ്ഡലി തട്ടിലായിരിക്കണം ബാറ്റർ ഒഴിക്കേണ്ടത്, ഇല്ലെങ്കിൽ വിട്ട് കിട്ടാൻ പ്രയാസമായിരിക്കും. നമ്മുടെ റവയ്ക്കും ചെറിയൊരു പശയുള്ളതാണ്, അതുപോലെ തന്നെ ഓട്സിനും ചെറിയൊരു പശയുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ എണ്ണ പുരട്ടിയിട്ടെന്ന് എടുത്തു പറയുന്നത്. ഇനി ഇതിപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഞാനപ്പോൾ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ആ വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്കിനി ഇഡ്ഡലി മാവ് കോരി ഒഴിക്കാം. ഇഡ്ഡലി മാവ് എന്ന് പറയുമ്പോൾ കൺസിസ്റ്റൻസി കാണിച്ചു തരാം. ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാനിപ്പോൾ മിക്സ് ചെയ്തെടുത്തിരിക്കുന്നത്. നിങ്ങൾ ഇതുപോലത്തെ കറക്റ്റ് കൺസിസ്റ്റൻസി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം ചേർത്ത് മിക്സ് ചെയ്താൽ മതി കേട്ടോ. തിക്കായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ. കൂടുതൽ ലൂസായി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി റവ വറുത്ത് പൊടിച്ച് ചേർക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞ അളവിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആയിരിക്കും. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. നമ്മുടെ ഇഡ്ഡലി പാത്രത്തിലെ വെള്ളം തിളച്ച് വരട്ടെ. ഇപ്പോൾ നമ്മൾ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം വെച്ച് ഇഡ്ഡലി തട്ടിൽ വെളിച്ചെണ്ണയും പുരട്ടിയിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് കേട്ടോ ഈ ഒരു റെസിപ്പിക്ക് നല്ലത്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെണ്ണയാണോ പ്രിഫർ ചെയ്യുന്നത് അത് പുരട്ടി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ആവി വന്ന് തുടങ്ങുമ്പോൾ മാത്രം ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. ഇതുപോലെ ഒരുപാട് ഓവറായിട്ട് പൊങ്ങി നിൽക്കാത്ത രീതിയിൽ മാത്രം ബാറ്റർ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇനി ഇത് നമ്മൾ നന്നായിട്ട് ആവി വരുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ വയ്ക്കുക. ഒരു 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് ആവി വരുന്നത് വരെ കുക്ക് ചെയ്യുക. അതിനുശേഷം ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് 15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യുക. ആവി വന്നതിന് ശേഷമാണ് ലോ ഫ്ലെയിം 15 മിനിറ്റ് പറയുന്നത്. അപ്പോൾ ഞാനിതെല്ലാം ഒഴിച്ച് ഇഡ്ഡലി പാത്രം അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കട്ടെ. ഇഡ്ഡലി കുക്കായി കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഭംഗിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഇഡ്ഡലി ഒന്ന് കുക്കായി വരുമ്പോൾ, ഒരു 1/4 ഭാഗം കുക്കായി വരുമ്പോൾ കുറച്ച് ക്യാരറ്റ് മുകളിലൊന്ന് വിതറി കൊടുക്കാം. അത് താല്പര്യമുണ്ടെങ്കിൽ മാത്രം മതി, ഇല്ലെങ്കിൽ ആവശ്യത്തിന് ക്യാരറ്റ് നമ്മളിപ്പോൾ ഇതിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് ഇഡ്ഡലി കുക്കായി കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ ഇതാ നമ്മുടെ ഇഡ്ഡലിയൊക്കെ ഞാൻ എടുത്തു കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ഈ രീതിയിൽ ഓട്സ് കൊണ്ട് ഇഡ്ഡലി ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. വളരെ എളുപ്പമല്ലേ, അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അതുപോലെ ഇഷ്ടമായ റെസിപ്പി ആണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടി മറന്നു പോകരുത്. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ആൻഡ് റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓളെന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ഇത് ഞാനിങ്ങനെ ക്യാരറ്റ് ഇഡ്ഡലി ഒരു 1/4 ഭാഗം വേവായപ്പോൾ കുറച്ചിങ്ങനെ മുകളിൽ ഇട്ട് കൊടുത്താണ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു ഇഡ്ഡലി നമുക്ക് വെറുതെ കഴിക്കാം, പച്ചമുളകും ക്യാരറ്റും ഒക്കെ ചേർത്തതുകൊണ്ട്. പിന്നെ സാമ്പാറിൻ്റെ കൂടെയോ ചട്നിയുടെ കൂടെയോ നമ്മുടെ ടൊമാറ്റോ ചട്നിയുടെ കൂടെയോ തേങ്ങ ചട്നിയുടെ കൂടെയോ ഒക്കെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ നിങ്ങൾ ഏതിൻ്റെ കൂടെയാണെന്ന് വെച്ചാൽ കഴിച്ചിട്ട് അഭിപ്രായം പറയുക. നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.